ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു ഇനി അടുത്ത് നമ്മൾക്ക് പറയാനുള്ളത്? യെസ്, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. അതിലിപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഗാമീറ്റ് ഫോം ചെയ്യണം, അല്ലേ? ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്. അതിന് പറയുന്ന പേരാണ് ഗാമീറ്റോജെനസിസ്. എന്നിട്ടോ ഈ ഫോം ചെയ്ത ഗാമീറ്റ് അടുത്ത ഗാമീറ്റിൻ്റെ അടുത്തായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. സോ ഗാമീറ്റ് ട്രാൻസ്ഫർ. സോ ദീസ് ആർ ദ ടു മെയിൻ പ്രോസസ് ദാറ്റ് ഒക്കർ ഇൻ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. നമുക്കപ്പോൾ ടെക്സ്റ്റ് വെച്ച് നമുക്ക് തുടങ്ങാം, അല്ലേ? പേജ് നമ്പർ 10 അത് വരുന്നത്. അപ്പോൾ എല്ലാവരും ബുക്ക് എടുത്തോളൂ. എനിക്ക് തോന്നുന്നു വീഡിയോ കൂടുതൽ നീണ്ടു പോവാതിരിക്കാൻ ഗാമീറ്റ് ട്രാൻസ്ഫർ ചിലപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും വരിക. എന്തായാലും ഞാൻ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വായിക്കലും എക്സ്പ്ലെയിൻ ചെയ്യലും ഒന്നിച്ച് ചെയ്യുക. കാരണം വലിയ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാനും കാണാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് സോ ടേക്ക് പേജ് നമ്പർ 10, pre-fertilization events. These include all the events of sexual reproduction prior to the fusion of gametes. The two main fertilization events are gametogenesis and gamete transfer. So we are going to gametogenesis. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ genesis means formation. So here gametes are going to form. As you are already aware, gametogenesis refers to underline gametogenesis and underline the process of formation of the two types of gametes, male and female. അപ്പോൾ ഗാമറ്റോജെനസിസ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ കിട്ടി. മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഗാമീറ്റ്സ് ആർ ഹാപ്ലോയിഡ് സെൽസ്. +1 ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഒക്കെ പഠിപ്പിച്ചെടുത്ത് ഹാപ്ലോയിഡ് എന്താ ഡിപ്ലോയിഡ് എന്താന്നൊക്കെ നന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഗാമീറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. In some algae, the two gametes are so similar in appearance, underline so similar in appearance, underline some algae, that is not possible to categorize them into male and female gametes. ആൽഗയിലത്തെ ചില ആൽഗയിലുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം ദേ വിൽ ബി ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ സിമിലർ ആയിരിക്കും. അതിന് നമ്മൾ പറയുന്നതാണ്, ആൽഗയുടെ ചാപ്റ്ററിൽ ഇത് പഠിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം. They are hence called homogametes. Homo means similar. Similar എന്നുള്ളതിന് വേറൊരു വാക്കാണ് ഐസോ. അപ്പോൾ അതിന് ഹോമോഗമീറ്റ്സ്നോ ഐസോഗമീറ്റ്സ്നോ പറയും. നമ്മുടെ ആ ചിത്രം പേജ് നമ്പർ 10 ആ ഒരു ഫിഗർ നോക്കിക്കോളൂ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ് ആർ ദർ. അതിൽ എ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത് ഐസോഗാമീറ്റ്സ് ഓഫ് ക്ലാഡോഫോറ. ക്ലാഡോഫോറ എന്ന് പറയുന്ന ഒരു ആൽഗയാണ്. അതിലത്തെ ഐസോഗാമീറ്റ്സ്, അതിൽ മെയിൽ ഏതാ ഫീമെയിൽ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? രണ്ടും ഒരേപോലെ ഇരിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിനെയാണ് ഐസോഗാമീറ്റ്സ് എന്ന് പറയാം. പിന്നെ ഇത് ഡിഫറെൻ്റ് ആയിട്ടാണെങ്കിലോ ഐസോ എന്നുള്ളത് മാറ്റി ഹോമോ എന്നുള്ളത് മാറ്റി എന്ത് പറയും നമ്മൾ? യെസ്, ഹെറ്ററോ. ഹെറ്ററോ മീൻസ് ഡിഫറെൻറ്റ്. അപ്പോൾ തൊട്ടടുത്ത ചിത്രം ബി എന്ന് പറയുന്നതിൽ അതാ കാണിച്ചിരിക്കുന്നത് ഹെറ്ററോഗാമീറ്റ്സ് ഓഫ് ഫ്യൂക്കസ്. അതും ഒരു ആൽഗയാണ്. ദെൻ അടുത്തത് കാണിച്ചിരിക്കുന്നത് ഹെറ്ററോഗാമീറ്റ്സ് ഓഫ് ഹോമോസാപ്പിയൻസ്. ആരാത്? നമ്മൾ തന്നെ. അവിടെ ഓവം കണ്ടോ, വലുതായിരിക്കുന്നു. മറ്റേ സ്പേംസ് കണ്ടോ, വളരെ ചെറുതായിട്ടുള്ള ഇതാണ്. കമ്പാരിറ്റീവ്ലി ദേ ആർ ഒരേപോലെയല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ്. ആ ഫ്യൂക്കസിൻ്റെയും കൂടി നോക്കിക്കോളൂ, ഭയങ്കര വലിപ്പത്തിലും രൂപത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരേപോലെയാണെങ്കിൽ അതിനെ ഐസോഗാമീറ്റ്സ് അല്ലെങ്കിൽ ഹോമോഗാമീറ്റ്സ് എന്ന് പറയും. ഡിഫറെൻറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ഹെറ്ററോഗാമീറ്റ്സ് എന്ന് പറയും. ഹൗവർ ഇൻ എ മെജോറിറ്റി ഓഫ്, അപ്പോൾ ഹോമോഗാമീറ്റ്സും ഐസോഗാമീറ്റ്സും അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. Okay, however, in a majority of sexually reproducing organisms, the gametes produced are of, underline, two morphologically distinct types. അതിനെയാണ് എന്ത് പറയുക? Underline heterogametes. In such organisms, the male gamete is called antherozoid or sperm. അപ്പോൾ ഈ ഹെറ്ററോഗാമീറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മെയിൽ ഗാമീറ്റിനെ നമ്മൾ സ്പേം എന്ന് പറയും. ചില കേസിൽ ആന്തറോസോയിഡ് എന്ന് പറയും. എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നിയോ ഈ ആന്തറോസോയിഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ +1 ടെക്സ്റ്റ് എടുത്തിട്ടേ ആ ബ്രയോഫൈറ്റ്സ് ഒന്നെടുത്ത് നോക്കി നോക്ക്. അവിടെ എവിടെയോ ഇത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, യെസ്. ആൻഡ് ദ ഫീമെയിൽ ഗാമീറ്റ് ഈസ് കോൾഡ് എഗ് ഓർ ഓവം. കോമൺ വേർഡ്സ് ആണ്, അല്ലേ? അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തോളൂ. ഫീമെയിൽ ഗാമീറ്റിനെ എഗ് ഓർ ഓവം എന്ന് പറയും, മെയിൽ ഗാമീറ്റിനെ സ്പേം അല്ലെങ്കിൽ ആന്ത്രോസോയിഡ് എന്ന് പറയും ഈ ഹെറ്ററോഗാമീറ്റ്സിൽ. ഐസോഗാമീറ്റിൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ, രണ്ടും ഒരേപോലെ അല്ലേ ഇരിക്കണം. മെയിൽ ഏതാ ഫീമെയിൽ ഏതാ നമുക്ക് തിരിച്ചറിയും കൂടിയില്ല. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം നമുക്ക് കുറച്ചും കൂടെ
നമ്മൾ മുമ്പ് കേട്ട കുറച്ച് ഭാഗങ്ങളുണ്ട്, കേൾക്കാത്ത കുറച്ച് ഭാഗം കൂടി ഉണ്ട്. സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസംസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ജനറലി ഇൻവോൾവ് ദ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് ഫ്രം 2 ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. നമുക്കറിയാം, അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. 2 ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിന് 2 ഡിഫറെൻറ്റ് ഗാമീറ്റ്സ് വന്ന് ഫ്യൂസ് ചെയ്യുന്നു. ദ ഗാമീറ്റ്സ് മേ ബി ഡിഫറെൻറ്റ് ഓർ സിമിലർ ടോ. അപ്പോൾ തന്നെ നമ്മളതാ പറഞ്ഞത്. ഇതിനാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ദിസ് ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. എപ്പോഴും ഇതുപോലെ ആവണം എന്നില്ല. ഫ്രം യുവർ റീകളക്ഷൻ ഓഫ് എക്സാമ്പിൾസ്, ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞത്, അത് തന്നെയാണ് ഇവരും പറയുന്നത്. From your recollection of examples studied in class 11, can you identify cases where self-fertilization is observed? Of course, citing such examples in plants is very easy. അല്ലേ? സെൽഫ് ഫെർട്ടിലൈസേഷൻ നമ്മൾ അവിടെ കുറേ കണ്ടതാണ്, ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Plants may have both male and female reproductive structures in the same plant. Underline bisexual, underline same plant. അതായത് ഈ പഴമക്കാർ വീട്ടിലുണ്ട് വെച്ചെങ്കിൽ പറയണ കേൾക്കാറുണ്ട്, കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ ഇങ്ങനെ പൂവിടുമ്പോൾ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും, ആ ഇത് ആൺപൂവാണ് അല്ലെങ്കിൽ ഇത് പെൺപൂവാണ് എന്ന് പറയാറുണ്ട്. പണ്ടൊരു പാട്ടിൽ അങ്ങനെ ഒരു വരി കേട്ടൊരു ഓർമ്മയുണ്ട്. സിനിമയുടെ പേരൊന്നും ഓർമ്മയില്ല, കുറച്ച് പഴയൊരു ഇതിൽ നിങ്ങൾ കേട്ടിട്ടാവാൻ സാധ്യതയില്ല, അതധികം പുറത്ത് വരാത്തൊരു സിനിമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാട്ടിലേക്ക് പോകണില്ല. ആൺപൂവോ അതോ പെൺപൂവോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൺപൂവും പെൺപൂവും ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പാട്ടിലും സിനിമയിലേക്കും ഇപ്പോൾ തൽക്കാലം നമ്മൾ പോകുന്നില്ല. എന്തായാലും നമുക്കറിയാം, ചില പ്ലാന്റ്സിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരേ പ്ലാന്റിൽ തന്നെ കാണും. പക്ഷെ ചില പ്ലാന്റ്സിൽ ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ ഫ്ലവർ വേറെ ഫീമെയിൽ ഫ്ലവർ വേറെ കാണും. ചില പ്ലാന്റ്സിൽ മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ് ഉണ്ടാവും. ആൺജാതി പെൺജാതി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ജാതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ജാതിക്ക അതിൽ. അപ്പോൾ നോക്കാം നമുക്ക്. പ്ലാന്റ്സ് മേ ഹാവ്, അണ്ടർലൈൻ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്, ബൈസെക്ഷൽ എന്ന് പറയും, അണ്ടർലൈൻ ബൈസെക്ഷൽ. ഓർ ഓൺ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, അതിനെ യൂണിസെക്ഷൽ എന്ന് പറയും. എന്ന് വെച്ചാൽ ബൈസെക്ഷൽ പ്ലാന്റിൽ മെയിൽ ഫ്ലവറും ഉണ്ടാവും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവും, അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ടാവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ടാവും. അതിനാണ് എന്ന് പറയുക ബൈസെക്ഷൽ പ്ലാന്റ് എന്ന് പറയുക. ഈ ബൈസെക്ഷൽ എന്നുള്ള വാക്ക് കഴിഞ്ഞ വർഷം മോർഫോളജിയിൽ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ എന്നിട്ട് ഈ ഫ്ലോറൽ ഡയഗ്രാം, ഫ്ലോറൽ ഫോർമുല ഒക്കെ വരയ്ക്കുമ്പോൾ ഫ്ലോറൽ ഫോർമുലയിൽ നമ്മളിങ്ങനെ ഒരു റൗണ്ട് ഇട്ട് അടിയിലൊരു പ്ലസും മേലൊരു ഏരോ മാർക്ക് ഇട്ടിട്ട് ബൈസെക്ഷൽ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതാണ്. ഓക്കെ, അപ്പം അതിനെയാണ് ബൈസെക്ഷൽ പ്ലാന്റ് എന്നാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. കാരണം ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിനെ ബൈസെക്ഷൽ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ കുമ്പളങ്ങയുടെ എക്സാമ്പിൾ അതിന് എക്സാമ്പിളാണ്. കാരണം കുമ്പളൻ മത്തം അതിൻ്റെ ഒക്കെ വള്ളികളിൽ കുമ്പളത്തിൻ്റെ മത്തൻ്റെ കുക്കുർബിറ്റേസിൽ വരുന്ന ഒരുവിധം പ്ലാന്റ്സിൻ്റെ മെയിൽ ഫ്ലവർ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ആണെങ്കിലും അത് ഒരു പ്ലാന്റിൽ ആയതുകൊണ്ട് അതിനെ നമുക്ക് ബൈസെക്ഷൽ പ്ലാന്റ് എന്ന് പറയാം. ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും വേറെ വേറെ പ്ലാന്റ്സിലാണെങ്കിൽ, ഇപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഒരു പ്ലാന്റിലുള്ളൂ എന്ന് വിചാരിക്കുക, അത് മെയിൽ പ്ലാന്റ് ആണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഫീമെയിൽ പ്ലാന്റ് ആണല്ലേ, അതിനാണ് യൂണിസെക്ഷൽ പ്ലാന്റ് എന്ന് പറയുക. വ്യത്യാസം മനസ്സിലായോ? യെസ്, അടുത്തേക്ക് പോകുന്നു കേട്ടോ. ഇൻ സെവറൽ ഫംജൈ ആൻഡ് പ്ലാന്റ്സ് ടേംസ് സച്ച് ആസ് ഹോമോതാലിക് ആൻഡ് മൊണേഷ്യസ്. ഫംജയുടെ ചാപ്റ്ററിൽ ഇങ്ങനെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയ മൈൻഡ് കഴിഞ്ഞ വർഷത്തെ. ഹോമോതാലിക് ആൻഡ് മൊണേഷ്യസ് ആർ യൂസ് ടു ഡിനോട്ട് ബൈസെക്ഷൽ കണ്ടീഷൻ. ഫംജയിൽ പറയുന്ന പേര് ഹോമോതാലിക് അല്ലെങ്കിൽ മൊണേഷ്യസ് എന്നാണ് ബൈസെക്ഷൽ കണ്ടീഷന് പറയുന്നത്. ഹെറ്ററോതാലിക് ആൻഡ് ഡയേഷ്യസ് എന്നുള്ളതാണ് ഡിസ്ക്രൈബ് യൂണിസെക്ഷൽ കണ്ടീഷൻ. ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ദ യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ ഇസ് സ്റ്റാമിനേറ്റ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ആൻജിയോസ്പേംസിലാണെങ്കിൽ യൂണിസെക്ഷൽ മെയിൽ ഫ്ലവറിനെ നമ്മൾ സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് പറയും. ദാറ്റ് മീൻസ് ഇറ്റ് ബെയർസ് സ്റ്റേമൻസ്, ബെയറിംഗ് സ്റ്റേമൻസ്, വൈൽ ഫീമെയിൽ ഇസ് നോൺ ആസ് പിസ്റ്റിലേറ്റ്. ആ സ്റ്റാമിനേറ്റ് പിസ്റ്റിലേറ്റ് എന്നൊക്കെ ഉള്ളതൊന്ന് നോട്ട് ചെയ്യണേ, അണ്ടർലൈൻ ചെയ്യണേ. ഓർ ബെയറിംഗ് പിസ്റ്റിൽസ്. പിസ്റ്റിലുള്ള ഫ്ലവറിനെ പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്ന് പറയും, സ്റ്റേമൻസ് ഉള്ള ഫ്ലവറിനെ സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് പറയും. ക്ലിയർ ആയില്ലേ? In some flowering plants, both male and female flowers may be present on the same individual. അങ്ങനെയാണെങ്കിൽ മൊണേഷ്യസ് എന്ന് പറയും. ഓർ ഓൺ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ്, അതിനെ ഡയേഷ്യസ് എന്ന് പറയും. ഒന്നുകൂടെ പറയണം.
അതായത് in some flowering plants both male and female flowers may be present on the same flowering plant. ഒരേ പ്ലാന്റിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും കാണാം. മത്തൻ കുമ്പളം എക്സാമ്പിൾ. ഓക്കെ, സെയിം ഇൻഡിവിജ്വൽ അതിനാണ് മൊണേഷ്യസ് എന്ന് പറയുക. ഓർ ഓൺ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് അതിനാണ് ഡയേഷ്യസ് എന്ന് പറയുക. ജാതിയുടെ എക്സാമ്പിൾ പറഞ്ഞത്. Some examples of monoecious plants are cucurbits and coconuts underline, and of dioecious plants are papaya and date palm. Date palm, indapana. Name the types of gametes that are formed in staminate and pistillate flowers. എന്ത് ടൈപ്പ് ഉണ്ടാവുക നമുക്കറിയില്ലേ? പിസ്റ്റിലേറ്റിൽ എന്ത് ഗമേറ്റ് ഉണ്ടാവുക? മെയിൽ ഗമേറ്റോ ഫീമെയിൽ ഗമേറ്റ് പിസ്റ്റിലേറ്റിൽ. സ്റ്റാമിനേറ്റിലോ യെസ് മെയിൽ ഗമേറ്റ് ഉണ്ടാവും. ബട്ട് വാട്ട് അബൌട്ട് ആനിമൽസ്? ആനിമൽസിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ ഉണ്ടോ? ഇങ്ങനെ വല്ല വേർതിരിവുകളും ഒക്കെ ഉണ്ടോ? നോക്കാം. ആർ ഇൻഡിവിജ്വൽസ് ഓഫ് ഓൾ സ്പീഷീസ് ഐദർ മെയിൽ ഓർ ഫീമെയിൽ? എല്ലാ ഇൻഡിവിജ്വൽസും മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടാണോ നിൽക്കുന്നത്? ഓർ ആർ ദ സ്പീഷീസ് വിച്ച് പൊസസ് ബോത്ത് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ബൈസെക്ഷൽ ആനിമൽസ് ഉണ്ടോ? അതോ എല്ലാ ആനിമൽസും യൂണിസെക്ഷൽ ആണോ എന്നാണ് ചോദ്യം. യു പ്രോബബ്ലി ക്യാൻ മേക്ക് എ ലിസ്റ്റ് ഓഫ് സെവറൽ യൂണിസെക്ഷൽ ആനിമൽ സ്പീഷീസ്. എർത്ത്വേംസ് അണ്ടർലൈൻ, സ്പോഞ്ച് അണ്ടർലൈൻ, ടേപ്പ് വേം ആൻഡ് ലീച്ച് ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. ഇവരൊക്കെ സംതിങ് സ്പെഷ്യലാണ്. എന്താണ് സ്പെഷ്യാലിറ്റി? ദേ ആർ ദ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഓഫ് ബൈസെക്ഷൽ ആനിമൽസ് ദാറ്റ് പൊസസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഈ പറഞ്ഞ സ്പോഞ്ചിലാവട്ടെ, എർത്ത്വേംസിലാവട്ടെ, ലീച്ചിലാവട്ടെ, അതല്ലെങ്കിൽ ടേപ്പ് വേമിലാവട്ടെ, ഇതിലൊക്കെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒരേ ഓർഗാനിസത്തിൽ തന്നെ കാണാം. അതുകൊണ്ട് എന്താ? ദേ ആർ ഹെർമാഫ്രോഡൈറ്റ്സ് അണ്ടർലൈൻ. ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയും. ഇനി കോക്രോച്ചോ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് യൂണിസെക്ഷൽ സ്പീഷീസ്. ഓക്കെ, മെയിൽ കോക്രോച്ച്, ഫീമെയിൽ കോക്രോച്ച് എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോലൊക്കെ തന്നെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഓർഗാനിസത്തിൻ്റെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആയില്ലേ? സിമ്പിൾ അല്ലേ? കുറേ എക്സാമ്പിൾസ് ഒക്കെ കിട്ടിയില്ലേ? ഓർത്ത് വെക്കണം കേട്ടോ. എക്സാമിന് വരുന്ന സമയത്ത് അയ്യോ മിസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കരുത്. ഓർമ്മ വരണം. അപ്പോൾ വേണമെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ അതല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലോ ആയിട്ട് എഴുതി വെച്ചോളൂ. നോട്ട്ബുക്ക് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് അറിയണ പോലെ അങ്ങനെ അങ്ങോട്ട് എൻ്റർടൈൻ ചെയ്യാറില്ല. കാരണം ടെക്സ്റ്റാണ് എപ്പോഴും ഞാൻ നല്ല നോട്ട്ബുക്കാക്കി മാറ്റാൻ പറയാറുള്ളത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ കേട്ടോ. എങ്ങനെയായാലും എനിക്ക് നിർബന്ധമില്ല. പഠിച്ചാൽ മതി, പരീക്ഷ എഴുതിയിട്ട് നല്ല മാർക്ക് മേടിച്ചാൽ മതി. അത് മാത്രം നമുക്ക്, ഇതൊക്കെ നിങ്ങൾ അറിയണം എന്നുള്ളത് മാത്രമേ നമുക്ക് ഉദ്ദേശമുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അടുത്തേക്ക് പോവാം. സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ. ഗാമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് കുറേ സെൽ ഡിവിഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ കഥ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Gametes in all heterogametic species are of two types, namely male and female. നമുക്കറിയാം അല്ലേ? ഹെറ്ററോഗാമെറ്റ്സ് ആണെങ്കിൽ മെയിൽ ഗാമീറ്റ് ഉണ്ടാവും, ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാവും. കുറേ നേരമല്ലേ പറയാൻ തുടങ്ങിയിട്ട്. Gametes are haploid through the parent plant. Gametes are haploid though the parent plant body from which they arise may be either haploid or diploid. Parent ഹാപ്ലോയിഡ് ആയിക്കോട്ടെ ഡിപ്ലോയിഡ് ആയിക്കോട്ടെ, പക്ഷെ ഗാമീറ്റ് അതെന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. എൻ എന്ന നമ്പറിൽ ഡിനോട്ട് ചെയ്യുന്നതാണ് ഗാമീറ്റിന് എപ്പോഴും. അല്ലാണ്ട് 2n ഗാമീറ്റ്സിൻ്റെ അധികം ഇല്ല എന്ന് തന്നെ പറയാം. മനസ്സിലായോ? എ ഹാപ്ലോയിഡ് പാരന്റ് പ്രൊഡ്യൂസസ് ഗാമീറ്റ്സ് ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ, മൈറ്റോസിസ്. കഴിഞ്ഞ വർഷം സെൽ ബയോളജി, മൈറ്റോസിസ്, മിയോസിസ് ആ കഥ. Does this mean that meiosis never occurs in organisms that are haploid? അങ്ങനെയാണോ? ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൽ മിയോസിസ് നടക്കുന്നേ ഇല്ല എന്നതിനൊരു അർത്ഥമുണ്ടോ എന്നാണ് ചോദ്യം. Carefully examine the flow charts of life cycle of algae that you have studied in class 11. Alternation of generation ഓർമ്മയുണ്ടോ? ചാപ്റ്റർ 3 to get a suitable answer. ഇതിൻ്റെ ഉത്തരം മനസ്സിലായില്ലെങ്കിൽ ആ ബുക്ക് പോയി മറിച്ച് വെക്കാനാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഓർമ്മയുണ്ട് അല്ലേ? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷനിൽ നമ്മളിങ്ങനെ ഹാപ്ലോയിഡ് ഗാമീറ്റ്, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ കുറേ കഥകൾ, അതൊന്നും ഓർമ്മിച്ചാൽ മതി. Okay, several organisms belonging to Monera, fungi, algae and bryophyte have haploid plant body, but organisms belonging to pteridophyte, gymnosperm, angiosperm and most of the animals including human beings, the parent body is diploid.
എന്ന് വെച്ചാൽ ലോവർ ഓർഗാനിസം ലൈക്ക് മൊനീറ, ഫഞ്ചൈ, ആൽഗെ, ബ്രയോഫൈറ്റ് ഇതിലൊക്കെ ഹാപ്ലോയിഡ് ആണ് പാരൻറ്റിൻ്റെ പ്ലാന്റ് ബോഡി വരുന്നത്. നേരെ മറിച്ച് ടെറിഡോഫൈറ്റ്, ജിംനോസ്പം, ആൻജിയോസ്പം പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദി അനിമൽസ് ഇതിലൊക്കെ ഡിപ്ലോയിഡ് ആണ് പ്ലാന്റ് ബോഡി. നമ്മളൊക്കെ മനസ്സിലായില്ലെങ്കിൽ സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളുടെ ഒക്കെ കാര്യം, നമ്മളുടെ ക്രോമസോമിൻ്റെ എണ്ണം എത്രയാണ്? 46. നമ്മുടെ സ്പേമിലും അല്ലെങ്കിൽ ഓവത്തിലുള്ള ക്രോമസോമിൻ്റെ എണ്ണം എത്ര? 23. 23 ഈസ് ഈക്വൽ ടു N. സോ നമ്മുടെ പ്ലാന്റ് ബോഡി, നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് 2N എന്ന് വെച്ചാൽ N × 23, 46. ക്ലിയർ ആയില്ലേ? It is obvious that meiosis, the reduction division, has to occur if a diploid body has to produce haploid gametes. In diploid organisms, specialized cells called meiocytes. മിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗമീറ്റ് മദർ സെല്ലിനെയാണ് മിയോസൈറ്റ്സ് എന്ന് പറയുക. ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. ഇത് നമുക്കിനി അടുത്ത ചാപ്റ്ററിലും മറ്റുമൊക്കെ ആവശ്യം വരുന്നൊരു ടേമാണ്. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഗമീറ്റ് മദർ സെൽ എന്ന് വെച്ചാൽ ഏതിൽ നിന്നാണോ ഗമീറ്റ് ഉണ്ടാവുന്നത്, ഒരു സെല്ലിൽ നിന്നല്ലേ നമ്മളൊക്കെ ഉണ്ടായത്, സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സെല്ലിൽ നിന്ന്. അപ്പോൾ അതുപോലെ ഗാമീറ്റ് ഏതിൽ നിന്നാണോ ഉണ്ടാവുന്നത് ആ സെല്ലിനെ പറയുന്നതാണ് ഗമീറ്റ് മദർ സെൽ അഥവാ മിയോസൈറ്റ്സ്. At the end of meiosis, only one set of chromosomes gets incorporated into each gamete. Carefully study table 1.1. അതിൻ്റെ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ കണ്ടോ? ഹ്യൂമൻ ബീയിങ്സ്, അതിൻ്റെ ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ് അത് 2N ആയിരിക്കും. ഗാമീറ്റിൽ വരുമ്പോൾ അത് N ആയിരിക്കും. അതുപോലെ ആ ഒരു വിട്ടുപോയിരിക്കുന്ന ഭാഗമൊക്കെ ഇത് വെച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. Carefully study the table 1.1 and fill in the diploid and haploid chromosome numbers of organisms. Is there any relationship in the number of chromosomes and meiocytes and gametes? ഉണ്ട് അല്ലേ? അതായത് മിയോസൈറ്റ്സിൽ 2N ആയിരിക്കും, ഗാമീറ്റ്സിൽ എത്തുമ്പോൾ അത് ഹാപ്ലോയിഡ് ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ? ലെഫ്റ്റ് സൈഡിലെ പേജ് ഒന്ന് നോക്കൂ. പേജ് നമ്പർ 12. കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്തിനാണ് അവിടെ കുറേ പിക്ചേഴ്സ് തന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആശാമാരൊക്കെ അതിനകത്തുണ്ട്. ഫസ്റ്റ് ഇരിക്കുന്നത് ആരാ? എർത്ത് വോം. യെസ്. അതിലെന്താ? ബൈസെക്ഷൽ ആനിമലാണ്. നെക്സ്റ്റ് യൂണിസെക്ഷൽ ആനിമലാണ്. കോക്രോച്ചിൻ്റെ ഒരു വിസറയാണ്, അത് പൊളിച്ചു വെച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ മൊണേഷ്യസ് പ്ലാന്റ്, അതിൽ കോക്രോച്ചിൻ്റെ കേസിൽ തന്നെ ഒരു കോക്രോച്ചിനെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിസും ഇതൊക്കെ കാണിക്കുന്ന പോലെ, ഓവറൊക്കെ കാണിക്കുന്ന പോലെ അടുത്ത ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതാ ഇത് അല്ലേ, കണ്ടല്ലോ? പിന്നെ നമ്മുടെ ബൈസെക്ഷൽ ഫ്ലവർ, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച കാര അതിൽ കാണുന്നത്. പിന്നെ അതുപോലെ ബ്രയോഫൈറ്റിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മർക്കാൻഷ്യയുടെ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ബുക്കിലുണ്ടായിരുന്നു, മർക്കാൻഷ്യം ഇതൊക്കെ അല്ലേ. അപ്പം അതൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ ഇതൊരു കാരണമായി. അപ്പം അങ്ങനെ ഗമീറ്റ് ഫോം ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി എന്ത് വേണം? മെയിൽ ഗാമീറ്റ്, ഫീമെയിൽ ഗാമീറ്റ്. അതല്ലെങ്കിൽ ഐസോഗാമീറ്റ് ആണെങ്കിൽ 2 ഗാമീറ്റ്സ് ഫ്രം 2 ഇൻഡിവിജ്വൽസ്, അതല്ലെങ്കിൽ 2 പാരൻസ്. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്? ഇവർ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്ത് ഒന്ന് മറ്റൊന്നിൻ്റെ അടുത്തേക്ക് എത്തണം. ചില കേസിൽ ഫീമെയിൽ ഗാമീറ്റ് നോൺ മോട്ടൈലായിരിക്കും, സഞ്ചരിക്കാൻ പറ്റാതെ. ചില കേസിൽ മെയിൽ ഗാമീറ്റ് സഞ്ചരിക്കാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് സഞ്ചാരശേഷി ഉണ്ടാവും, ദ പവർ ഓഫ് ലോക്കോമോഷൻ. അപ്പോൾ അത് വെച്ചിട്ട് പവർ, ഈ സഞ്ചരിക്കാൻ കഴിവുള്ള ഗാമീറ്റ് സഞ്ചരിക്കാൻ കഴിവില്ലാത്ത ആളുടെ അടുത്തേക്ക് എത്തും. എന്നിട്ടാണ് ഫ്യൂഷൻ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്തതിൽ പറയും. ഇപ്പം നമ്മൾ ഗമീറ്റ് ട്രാൻസ്ഫറിൻ്റെ ആ പ്രോസസ്സും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഗമീറ്റ് ട്രാൻസ്ഫർ ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ അറിയിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുകയോ ചെയ്യണം. ഞാനിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാനാണ്, നിങ്ങൾക്കത് ലോഡായി വരാൻ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ. Gamete transfer. After their formation, male and female gametes must be physically brought together to facilitate fusion or fertilization. Have you ever wondered how the gametes meet? എങ്ങനെയാണ് ഗാമീറ്റ്സ് കൂട്ടിമുട്ടുന്നത്, അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ എന്ന്? ക്ലാസ്സിൽ പറയുന്ന പോലെ നമുക്ക് അത്ഭുതപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങൾ വേറെ ഉണ്ടെന്നല്ലേ വിചാരിക്കണത്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ബ്രയോഫൈറ്റ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ദേ ആർ നോൺ ആസ് ദ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞിരുന്നു. For sexual reproduction, they need a bit of water for moving this male gamete to the female gamete. അല്ലേ? അതുപോലെ എങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ആലോചിക്കാം. In a majority of organisms, male gamete is motile, എന്ന് വെച്ചാൽ സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഇസ് സ്റ്റേഷനറി, അത് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതാണ് ഫീമെയിൽ ഗാമീറ്റ്. മോസ്റ്റ് ഓഫ് ദ കേസസിൽ അങ്ങനെയാണ് വരുന്നത്. എക്സെപ്ഷൻസ് ആർ
A few fungi and algae in which both types of gametes are motile. ചില ഫഞ്ചയിലും ചില ആൽഗയിലും ഒക്കെ രണ്ട് ഗാമീറ്റ്സിനും മോട്ടിലിറ്റി ഉണ്ട്, സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മോസ്റ്റ് ഓഫ് ദ കേസസിൽ മെയിൽ ഗാമീറ്റിന് മോട്ടിലിറ്റി ഉണ്ട്, ഫീമെയിൽ ഗാമീറ്റിന് അതില്ല എന്നുള്ളതാണ്. There is a need for a medium through which the male gamete move. ഈ മെയിൽ ഗാമീറ്റിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം വേണം. ഒരു വാട്ടറി മീഡിയം ആകാം. In several simple plants like algae, bryophytes and pteridophytes, water is the medium through which the gamete transfer take place. Underline. മിക്കവാറും ഓർഗാനിസത്തിൽ വാട്ടറാണ് എന്തിനുള്ള മീഡിയം? മെയിൽ ഗാമീറ്റിന് മൂവ് ചെയ്യാനുള്ള മീഡിയം. വാട്ടർ ഇസ് ദ മീഡിയം ത്രൂ വിച്ച് ദിസ് ഗാമീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ്. അത് അണ്ടർലൈൻ ചെയ്തോളൂ. A large number of male gametes, however, fail to reach the female gametes. ഇതിന് നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മളെ തന്നെ എടുക്കാം, അല്ലേ? ഒരു 40,000 സ്പേംസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരാളാണ് സഞ്ചരിച്ച് വിൻ ചെയ്ത് ഓവത്തിൻ്റെ കൂടെ ഫ്യൂസ് ചെയ്യുന്നത്. സോ വി ആർ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സക്സസ് പീപ്പിൾ. കാരണം അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേമിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും, അല്ലേ? അപ്പം അവിടുന്ന് നമ്മുടെ സക്സസ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് പോകുന്നില്ല. Come to the point. A large number of male gametes, however, fail to reach the female gamete. To compensate this loss of male gametes, അതായത് എല്ലാ മെയിൽ ഗാമീറ്റിനും സഞ്ചരിച്ച് ഫീമെയിൽ ഗാമീറ്റിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഡ്യൂറിങ് ട്രാൻസ്പോർട്ട് the number of male gametes produced in several thousand times the number of female gametes produced. ഫീമെയിൽ ഗാമീറ്റിനേക്കാൾ ആയിരക്കണക്കിന് എണ്ണം കൂടുതലുണ്ടാവും മെയിൽ ഗാമീറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ എന്തുകൊണ്ടാണ് മെയിൽ ഗാമീറ്റ്സിൻ്റെ എണ്ണം കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ ഈ സംഭവം അവിടെ എഴുതി വെച്ചോളൂ. അതുകൊണ്ട് അതൊന്ന് ബ്രാക്കറ്റിലിട്ട് മാർക്ക് ചെയ്ത് അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാര്യം മനസ്സിലായില്ലേ? എല്ലാ മെയിൽ ഗാമീറ്റിനും ഫീമെയിൽ ഗാമീറ്റിൻ്റെ അടുത്തേക്ക് എത്തൽ എളുപ്പമല്ല. അതുകൊണ്ട് ഒരു ഫീമെയിൽ ഗാമീറ്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് thousands of male gametes will be produced. ക്ലിയർ ആയല്ലോ? ഓക്കെ. In seed plants, pollen grains are the carriers of male gametes and ovule have the egg. അറിയണ കാര്യമാണ്, അല്ലേ? പൊള്ളൻ ഗ്രെയിൻസിലാണ് ആരുള്ളത്? ഈ മെയിൽ ഗാമീറ്റ് ഉള്ളത്. നമ്മൾ പൊള്ളൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് വെജിറ്റേറ്റീവ് സെൽ, ജനറേറ്റീവ് സെൽ, അല്ലേ? മെയിൽ ഗാമീറ്റ് അതിൻ്റെ ഉള്ളിലാണുള്ളത്. എക്സൈൻ, സ്പോറോ, പൊള്ളനിൻ ഒക്കെ ഓർമ്മയില്ലേ? ആ ഭാഗം ഒന്ന് ഓർമ്മിക്കുക. പൊള്ളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആന്തേഴ്സ് therefore have to be transferred to the stigma before it can lead to fertilization. Figure 17b. Okay. എന്താ ഇവിടെ പറഞ്ഞത്? പൊള്ളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആന്തേഴ്സ് therefore have to be transferred to the stigma before it can lead to fertilization. ഫെർട്ടിലൈസേഷൻ്റെ മുമ്പ് ഈ പൊള്ളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് എത്തണം. സ്റ്റിഗ്മ ഇതെവിടെ കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? ഓർമ്മയില്ലേ? ഓവറിയുടെ സ്ട്രക്ചർ പോട്ടെ. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഗൈനീഷ്യം അല്ലെങ്കിൽ ഓവറി ഒക്കെയുള്ള സംഭവങ്ങൾ ഓർമ്മിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിഗ്മയിലേക്ക് എത്തണം. അതിൻ്റെ ഒരു ചിത്രമാണ് അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് കാണിച്ചിട്ടുണ്ട് ആൽഗയുടെ കേസിലുള്ളത്. 2 ഗാമീറ്റ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് പുതിയൊരു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നത് കാണിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 14 ഫിഗേഴ്സിൻ്റെ കാര്യം ഞാൻ പറയണം. അതിൽ ബി എന്ന് പറയുന്നിടത്ത് ഈ മെയിൽ ഗാമീറ്റ് പൊളൻ ഗ്രെയിൻസ് വന്ന് സ്റ്റിഗ്മയിൽ ഇരിക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. അതിനെ എൻലാർജ് ചെയ്തതാണ് കേട്ടോ. In bisexual self-fertilizing plants, example peas, transfer of pollen grains to the stigma is relatively easy as anthers and stigma are located close to each other. പയർ പോലെയുള്ള മിക്കവാറും ചെടികളിൽ ആന്തറും സ്റ്റിഗ്മയും അടുത്തടുത്തായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് അടുത്തെത്താൻ വലിയ മെനക്കെടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. Pollen grain soon after they are shed come in contact with the stigma, but in cross-pollinating plants, including dioecious plant, a specialized event called underline pollination facilitates transfer of pollen grains to the stigma. Underline. എന്താണ് pollination? Transfer of pollen grains to the stigma, from the anthers to the stigma. അതിനെയാണ് pollination എന്ന് പറയുക. ഇപ്പോൾ ചിലതിലിപ്പം സെൽഫ് പോളിനേഷൻ ആണ് നടക്കുന്നതെങ്കിൽ
ഈ പോളിനേഷൻ അത്ര വലിയ സംഭവമൊന്നുമല്ല, പെട്ടെന്ന് തന്നെ അതിന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. രണ്ടും അടുത്തടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ക്രോസ് പോളിനേഷൻ നടക്കുന്നുണ്ട്. അത്തരം പ്ലാന്റ്സിൽ എന്താണ് പ്രശ്നം? അത്തരം പ്ലാന്റ്സിൽ ഏതിലാണോ പൊള്ളൻ ഗ്രെയിൻ ഉണ്ടാവുന്നത് അതിൽ നിന്ന് ഈ സ്റ്റിഗ്മയിലേക്ക് എത്താനായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അതിന് ദർ മേ ബി സം ഏജൻസ് ലൈക്ക് വിൻഡ്, വാട്ടർ, ആനിമൽസ്, ഇൻസെക്ട്സ്, ബീസ്, ഇങ്ങനത്തെ സാധനങ്ങളുടെ സഹായം ആവശ്യമായിട്ട് വരും. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദി സ്റ്റിഗ്മ ഇസ് നോൺ ആസ് പോളിനേഷൻ. മാർക്ക് ചെയ്തല്ലോ അല്ലേ? Pollen grains germinate on the stigma and the pollen tubes carrying the male gametes reach the ovule and discharge male gametes near the egg. കഥ മനസ്സിലായില്ലേ? പൊള്ളൻ ഗ്രെയിൻസ് ഒരു എന്താ പറയുക, ജെർമിനേറ്റ് ചെയ്യും. സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ പൊള്ളൻ ഗ്രെയിൻസ് ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും, മുളയ്ക്കുന്ന പോലെ ഇങ്ങനെ വരാൻ തുടങ്ങും. എന്നിട്ട് പൊള്ളൻ ട്യൂബ് ഉണ്ടാവും. ആ പൊള്ളൻ ട്യൂബ് നമ്മുടെ സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈൽ വഴി അവസാനം എഗ്ഗിൻ്റെ അവിടെ വരെ എത്തും. അവിടെ നിന്നാണ് ഈ മെയിൽ ഗാമീറ്റിനെ റിലീസ് ചെയ്യുന്നത്. In dioecious animals, since male and female gametes are formed in different individuals. രണ്ടും വേറെ വേറെ ഇൻഡിവിജ്വൽസിലാണ് ഉണ്ടാവുക. ദി ഓർഗാനിസം മസ്റ്റ് ഇവോൾവ് എ സ്പെഷ്യൽ മെക്കാനിസം ഫോർ ഗാമീറ്റ് ട്രാൻസ്ഫർ. അതിൽ സ്പെഷ്യൽ മെക്കാനിസം ഉണ്ടാവണം ഈ ഗാമീറ്റ് ട്രാൻസ്ഫറിനായിട്ട്. സക്സസ്ഫുൾ ട്രാൻസ്ഫർ ആൻഡ് കമ്മിങ് ടുഗദർ ഓഫ് ഗാമീറ്റ്സ് ഈസ് എസെൻഷ്യൽ ഫോർ ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഇവൻറ്റ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ദ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും തമ്മിൽ കണ്ടുമുട്ടണം. എന്നാലേ എന്ത് നടക്കുള്ളൂ? ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ക്ലിയർ ആയില്ലേ കഥ? ഇനി അടുത്തത് ഫെർട്ടിലൈസേഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഏകദേശം അരമണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. എന്നിട്ട് ഫെർട്ടിലൈസേഷൻ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. പറ്റുവാണെങ്കിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷനും അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ചാപ്റ്റർ അടുത്ത വീഡിയോയോട് കൂടി അവസാനിപ്പിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, സോ അഗെയിൻ ഇറ്റ്സ് സൈനിങ് ഓഫ് യുവർ സെറീന ടീച്ചർ. ടേക്ക് കെയർ, ബൈ. അപ്പോൾ പതിവ് പോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.